അഖിലാണ്ടത്തെ മുഴുവൻ സൃഷ്ടിച്ച ദൈവം പോലും നിന്റെ അകത്തോട്ട് കയറി വന്നത് നീ വാ തുറന്നത് പറഞ്ഞപ്പോഴാണ്. ഒന്ന് കൈയടിച്ച ദൈവത്തിന്. ഈ അഖിലാണ്ടത്തെ സൃഷ്ടിച്ച ദൈവം പോലും നിന്റെ അകത്തേക്ക് വന്നതിന്റെ കാരണം വായ് തുറന്ന് അധരം തുറന്ന് ആ വാക്കിനെ പറഞ്ഞപ്പോഴാണ്. യേശുവേ, എൻ്റെ ഹൃദയം ഞാൻ നിനക്ക് തരുന്നു, ഞാനൊരു പാപിയാണെന്ന് സമ്മതിക്കുന്നു, എൻ്റെ ജീവിതത്തിലേക്ക് അവിടുന്ന് വരണമേ എന്ന് നിങ്ങൾ വാ കൊണ്ട് പറഞ്ഞ നിമിഷമാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടതെങ്കിൽ ദൈവത്തിന് പോലും വരാൻ, ദൈവത്തിന് പോലും നിന്റെ ജീവിതത്തിലേക്ക് വരാൻ നിന്റെ നാവ് കൊണ്ട് നീ പറയണമെങ്കിൽ നിന്റെ ലൈഫിൽ ഒരു ദൈവപ്രവൃത്തി നടക്കാൻ നിന്റെ വാക്കിനാൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ വാക്കിനാൽ നീ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യുന്നു. കൈകളെ തട്ടി കർത്താവിന് നന്ദി പറഞ്ഞേ. ഇവിടെ അധരത്തിന്റെ ഫലം നിങ്ങൾ അനുഭവിക്കും. മരണവും ജീവനും നാവിന്റെ അധികാരത്തിൽ ഇരിക്കുന്നു. അതിനെ ഇഷ്ടപ്പെടുന്നവൻ അതിന്റെ ഫലം അനുഭവിക്കും. ഇതിനൊരു ഉത്തമ ഉദാഹരണമാണ് മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 20-21 വാക്യം. അന്ന് 12 സംവത്സരമായിട്ട് രക്തസ്രാവമുള്ള ഒരു സ്ത്രീ അവന്റെ വസ്ത്രം മാത്രം ഒന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം വരുമെന്ന് ഉള്ളം കൊണ്ട് പറഞ്ഞു. എങ്ങനെ? ഉള്ളം കൊണ്ട് പറഞ്ഞു. അവന്റെ വസ്ത്രത്തിന്റെ തൊങ്കലേൽ ഒന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം ഉണ്ടാകുമെന്ന് ഉള്ളം കൊണ്ട് പറഞ്ഞു. അവളോട് തന്നെ പറഞ്ഞെന്നാ പറയേണ്ടത്. ആ ഉള്ളം കൊണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതാണ്. അവളോട് തന്നെ അവൾ പറഞ്ഞു, ഇന്ന് ഞാൻ സൗഖ്യമായിരിക്കും. ഹല്ലേലൂയ. ഇന്ന് എനിക്കൊരു ഡെലിവറൻസ് നടന്നിരിക്കും. ഇന്ന് എനിക്ക് വേണ്ടി അപ്പ പ്രവർത്തിച്ചിരിക്കും. 12 വർഷമായി ഞാൻ അനുഭവിക്കുന്ന പ്രതിസന്ധി ഇന്ന് എന്നെ വിട്ടു പോയിരിക്കുമെന്ന് അവളോട് തന്നെ പറഞ്ഞു. ഹല്ലേലൂയ. ഇത് വസ്ത്രത്തിന്റെ തൊങ്കലിൽ തൊടുന്നതിന് മുൻപ്, യേശുവിന്റെ അടുക്കലേക്ക് പോകുന്നതിന് മുൻപ് അവൾ ഇത് പറയുകയാണ്. ഞാൻ അതിനെ കൺഫേം ചെയ്യാൻ ഈ മർക്കോസ് അത് എഴുതിയപ്പോൾ, മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ മർക്കോസ് അത് എഴുതിയപ്പോൾ കുറച്ച് ക്ലിയർ ആയിട്ട് അത് എഴുതി. മർക്കോസ് 5-ന്റെ 28-ാമത്തെ വാക്യം. മർക്കോസ് 5-ന്റെ 28-ാമത്തെ വാക്യം. അവന്റെ വസ്ത്രം എങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. അവന്റെ വസ്ത്രമേലും ഒന്ന് തൊട്ടാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. പറയേണ്ടത് അതാ. കേട്ടില്ലല്ലേ? കേൾക്കാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ പറയാം. അവളോട് തന്നെ പറഞ്ഞു, ഞാൻ രക്ഷപ്പെടുമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഞങ്ങൾ എത്ര പ്രസംഗിച്ചാലും, ഞങ്ങൾ എത്ര നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും, ഞങ്ങൾ എത്ര വചനം നിങ്ങളെ പഠിപ്പിച്ചാലും, ഞങ്ങൾ ഇനി എന്നൊക്കെ കാര്യങ്ങൾ നിങ്ങളോട് പ്രസ്താവിച്ചാലും, നിങ്ങളുടെ നാക്ക് ശരിയല്ലെങ്കിൽ, നിങ്ങൾ നെഗറ്റീവ് മാത്രം പറയുന്ന ആളാണെങ്കിൽ ഈ പോകുന്ന പ്രാർത്ഥനകളെല്ലാം വെള്ളത്തിൽ വരച്ച വരയായി മാറും. പറയേണ്ടത് അതാണ്, രക്ഷപ്പെടും. മർക്കോസ് 5-28. അവന്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞു. എന്റെ ചോദ്യം ഇതാണ്, രക്ഷപ്പെട്ടോ? രക്ഷപ്പെട്ടു. 12 വർഷമായി അവൾ അനുഭവിച്ച പ്രതിസന്ധിയിൽ നിന്ന് അവൾ രക്ഷപ്പെട്ടോ? പറ. അതിന് അവൾ എടുത്ത സ്റ്റെപ്പ് എന്താ? യേശു കർത്താവിൽ നിന്ന് ശക്തി പുറപ്പെട്ടു, യേശു കർത്താവിൽ നിന്ന് ശക്തി വെളിപ്പെട്ടു. ഇതൊക്കെ ശരിയാണ്. പക്ഷെ അതിനു മുൻപ് അവള് യേശുവിന്റെ അടുത്തോട്ട് വരുന്നതിന് മുൻപേ തന്നെ, പ്രാർത്ഥനയ്ക്ക് പങ്കെടുക്കുന്നതിന് മുമ്പ് തന്നെ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം തന്നെ അവളോട് തന്നെ അവൾ പറഞ്ഞു, ഞാൻ ഇന്ന് രക്ഷപ്പെടുമെന്ന്. നിന്റെ വാ കൊണ്ട് നീ എന്ത് പറയുന്നു? ഞാൻ പറയാം, ദൈവശക്തി ഇവിടെ ഉണ്ട്. യേശു കർത്താവ് എന്ന് പറയുന്നത് ഒരു പവർ ഹൗസ് ആണ്. ആ പവർ ഹൗസിൽ പവർ ഉണ്ട്. പക്ഷേ നീ ആകുന്ന ചാനൽ അതിനകത്ത് കൊണ്ടുപോയി കുത്തി സാധനം എടുത്തുകൊണ്ട് പോണം. അതിന് ഈ ദൈവരാജ്യത്തിലെ റെയ്നാഡ് ബോങ്കെ പറയുന്ന ഒരു വാക്കാണ്. ഇതെന്റെ വാക്കല്ല, റെയ്നാഡ് ബോങ്കയുടെ വാക്കാണ്. ദൈവരാജ്യത്തിലെ എല്ലാ പ്രോഡക്റ്റും മേടിക്കാനുള്ള ഒറ്റ കറൻസിയേ ഉള്ളൂ. ആ കറൻസിയുടെ പേര് ഫെയ്ത്ത് ഡിക്ലറേഷൻ എന്നാണ്. ഹല്ലേലൂയ. വിശ്വാസ പ്രഖ്യാപനം. ഹല്ലേലൂയ. വിശ്വാസത്താൽ ചിലത് വാ തുറന്ന് പറയണം.
എത്ര പേർക്ക് ഇത് ഏറ്റെടുക്കാൻ പറ്റുന്നെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ സൗഖ്യമാകും, ഞാൻ രക്ഷപ്പെടും, എന്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, ഈ അവസ്ഥയിൽ ഞാൻ തുടരത്തില്ല എന്ന് എനിക്ക് എന്നോട് പറയാൻ കഴിഞ്ഞാൽ, ആ വാക്കിനെ അത്ഭുതമാക്കാൻ, ആ വാക്കിനെ ഒരു പ്രവൃത്തിയാക്കാൻ, ആ വാക്കിനകത്ത് ജീവൻ കൊണ്ടുവരാൻ, ഓ കൈകൾ അടിച്ചതൊന്ന് സ്വീകരിക്കോ. ജീസസ്, ജീസസ്. രക്തസ്രവക്കാരിയായ സ്ത്രീയുടെ 12 വർഷമായി നിന്ന മുതൽ വരെ എഴുതി വിറ്റ് ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും സൗഖ്യമാകാത്ത വിഷയം. സൗഖ്യമായത് കേട്ട് കൈയടിക്കുന്നവരാണ് നമ്മൾ. പക്ഷെ അതിൻ്റെ പിറകിലുള്ള കാരണം അവളുടെ ഉള്ളത്തോട് അവൾക്ക് തന്നെ പറയാൻ കഴിഞ്ഞ വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ്. ഹല്ലേലൂയ. ചിലതൊക്കെ നമ്മൾ വിശ്വാസത്താൽ ടാർഗറ്റ് ചെയ്താൽ, വിശ്വാസത്താൽ കണ്ടു കഴിഞ്ഞാൽ, പിന്നെ അതിനകത്തുനിന്ന് മനസ്സുകൊണ്ട് ഒരിക്കലും ഇളകരുത്, ഒരിക്കലും അതിനകത്തുനിന്ന് മൂവ് ചെയ്യരുത്, ഒരിക്കലും അതങ്ങ് നടക്കുമെന്ന് ഉറപ്പിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കുമെന്ന് അതങ്ങ് കൺഫേം ചെയ്യണം. The most important power of our life is ability to use the words. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തിയാണ് നാം ഉപയോഗിക്കുന്ന നമ്മുടെ വാക്കുകൾ. Your word defines your life. Your word defines your value. നിങ്ങളുടെ ജീവിതത്തെ എന്താണെന്ന് വെളിപ്പെടുത്തുന്നത് നിങ്ങളുടെ വാക്കുകളാണ്. നിങ്ങളെ വിലയുള്ളവനാക്കുന്നതും നിങ്ങളെ വിലകെട്ടവരാക്കുന്നതും നിങ്ങളുടെ വാക്കുകളാണ്. യു അണ്ടർസ്റ്റാൻഡ് മീ? ബിക്കോസ് യുവർ വേർഡ്സ് ഡിഫൈൻ യുവർ പേഴ്സണാലിറ്റി. ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സംസാരമാണ്, അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കും, അദ്ദേഹത്തിന്റെ വർത്തമാനവും. ആമേൻ. യു ആർ നോട്ട് ബെറ്റർ ദാൻ യുവർ വേർഡ്സ്. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ വാക്കുകളെക്കാൾ, നിങ്ങൾ പറഞ്ഞ വാചകങ്ങളെക്കാൾ വലിയ ഒരാളല്ല. ബിക്കോസ് നമ്മൾ എത്ര ഡീസൻ്റായി വസ്ത്രം ധരിച്ചാലും, വളരെ ജെന്റിൽമാനായ ഒരു മനുഷ്യൻ, വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ, കണ്ട, നമ്മൾ ഭാഷ, എറണാകുളംകാരുടെ ഭാഷ പറഞ്ഞ കണ്ട അടിപൊളി, പക്ഷെ പുള്ളിക്കാരൻ്റെ കൂടെ കാറിനകത്ത് കയറി ഇവിടുന്ന് തൃശ്ശൂർ വരെ ചെല്ലുമ്പോൾ ആ 1 മണിക്കൂറിനകത്ത് ഈ വണ്ടിക്കകത്ത് കയറി ഇരുന്ന് വർത്താനം പറയുന്ന ആളുടെ മുഴുവൻ വിലയും നമുക്ക് പിടികിട്ടും. മിണ്ടുന്നില്ലല്ലോ. ഹല്ലേലൂയ. എത്ര വെൽ ഡ്രസ്സിൽ വന്നാലും ഈ വാഹനത്തിനകത്തിരുന്ന് ആവശ്യമില്ലാത്ത മുഴുവൻ വർത്താനങ്ങളും വേണ്ടതും വേണ്ടാത്തതും ഒക്കെ പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ഡ്രസ്സിനും വാല്യൂ ഇല്ലാതായി, എക്സ്റ്റേണൽ അപ്പിയറൻസിനും വാല്യൂ ഇല്ലാതായി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, യു ആർ നോട്ട് ബെറ്റർ ദാൻ യുവർ വേർഡ്സ്. നിങ്ങളുടെ വാക്കുകളെക്കാൾ നിങ്ങൾ വലിയ ആളല്ല. ആമേൻ. Because your character is defined your words. Your word will reveal your background. Come on. Your word will reveal your background. നമ്മൾ കേരളത്തിലുള്ളതുകൊണ്ട് കുറച്ചുകൂടെ പെട്ടെന്ന് മനസ്സിലാക്കി തരാം. ഒരാള് അവന് എവിടുത്തുകാരനാണെന്ന് വരെ അവന്റെ സംസാരത്തിൽ നിന്ന് അറിയാം. എങ്ങടാ പോണേ, എപ്പോ ഒരു കൊച്ചിയാണെന്നും പിടികിട്ടിയില്ലേ? നീ എന്തിനടെ ഇങ്ങനെ പറയുന്നത്? തിരുവനന്തപുരമാണെന്ന് പിടികിട്ടിയില്ലേ? പിടികിട്ടിയോ? എന്നാ മിണ്ടാത്ത എന്നാ? ഒരാൾ എവിടുന്നാണ് വന്നിരിക്കുന്നതെന്ന് വരെ, അവന്റെ സ്ഥലം വരെ അവന്റെ സംസാരത്തിൽ നിന്ന് പിടിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വാക്കുകൾ, ഇത് വളരെ പ്രധാനപ്പെട്ട സന്ദേശമാണ്. നിങ്ങളുടെ വാക്കുകളെക്കാൾ നിങ്ങൾ വലിയ ആളല്ല എന്ന് തിരിച്ചറിയണം. ദൈവരാജ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളുടെ അധരത്തിൽ നിന്ന് വരുന്ന വാക്കുകൾ. ആ സ്ത്രീ പറയുന്നു, അവന്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും. യെസ്, നമ്മളെല്ലാം ദൈവത്തിന്റെ സാദൃശ്യത്തിലും ദൈവത്തിന്റെ സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണ്. നമ്മൾ ദൈവത്തിന്റെ സാദൃശ്യത്തിലും ദൈവത്തിന്റെ സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണ്.
ദൈവത്തിന്റെ ഇമേജാണ് നമ്മൾക്ക്. ദൈവം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ദൈവം എങ്ങനെയാണ് അത്ഭുതം ചെയ്യുന്നത്? ദൈവം എങ്ങനെയാ ഈ ഭൂമിയെ സൃഷ്ടിച്ചത്? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചം ഉണ്ടായി. ദൈവം വാ തുറന്ന് പറഞ്ഞു, let there be light. വെളിച്ചം ഉണ്ടാകട്ടെ, 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 സംഭവിക്കട്ടെ എന്ന് ദൈവം പറഞ്ഞു. ദൈവം പറഞ്ഞത് സംഭവിച്ചു. വീണ്ടും ആവർത്തിക്കുന്നു, പറയാതെ വെളിച്ചം ഉണ്ടാകത്തില്ല. ഇനി ദൈവമാണെങ്കിലും അതിൽ കൂടുതൽ വലിയൊരു പദം എനിക്ക് പറയാനില്ല. ഇനി നീ ദൈവമാണെങ്കിലും നീ പറയാതെ സംഭവിക്കത്തില്ല. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം പറഞ്ഞു, അങ്ങനെ തന്നെ സംഭവിച്ചു. ഹല്ലേലൂയ. ഓരോന്നും ദൈവം, മനുഷ്യനെ ഒഴികെ ബാക്കി മുഴുവൻ കാര്യങ്ങളും ദൈവം വാക്കുകൊണ്ടാണ് സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് ദൈവം നമ്മളോട് പറഞ്ഞത്, നിങ്ങളുടെ അധരങ്ങളുടെ ഫലം ഞാൻ സൃഷ്ടിക്കും. ഇനി ഞാൻ പഴയ നിയമത്തിലെ യഹോവയെക്കുറിച്ചും യാവയെക്കുറിച്ചും ഒത്തിരി കാര്യങ്ങൾ പരാമർശിച്ചാൽ ഭയങ്കര കട്ടിയായിരിക്കും, എല്ലാവർക്കും പിടികിട്ടുകയില്ല. ആ ദൈവം വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 49 മുതൽ 53 വരെ രാജഭൃത്യന്റെ മകനെ സൗഖ്യമാക്കുന്നത്. 50-ാമത്തെ വാക്യം, യേശു അവനോട് പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. നോക്കിയേ, യേശു അവനോട് പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അടുത്ത വാക്കാണ് ശ്രദ്ധിക്കേണ്ടത്. യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച്. ഒന്നുകൂടെ പോണം. യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച്. യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച്. അവിടെയാ വിടുതൽ. യേശു പറഞ്ഞ വാക്ക്, യേശുവിന്റെ വായിൽ നിന്ന് വീണ വേർഡ് അവൻ വിശ്വസിച്ചു. നോക്കിയേ, യേശു കർത്താവ് കടലിന്റെ മുകളിലൂടെ വരികയാണ്. വലിയ കടലാണ്, തിരകളടിക്കുന്നുണ്ട്, വലിയ ആഴമുണ്ട്. ആ കടലിന്റെ മുകളിലൂടെ നടന്നു വന്നിട്ട് 12 ശിഷ്യന്മാരെ നോക്കിയാ പറഞ്ഞു, ആരാ വരുന്നതെന്ന്. ഇറങ്ങി പോന്നോളാൻ പറഞ്ഞു. ഇതിനകത്ത് യേശുവിന്റെ വാക്ക് വിശ്വസിച്ച് ഒരുത്തൻ മാത്രം വള്ളത്തിൽ നിന്ന് വെള്ളത്തിലോട്ടെടുത്ത് കാല് വെച്ചു. സത്യമായിട്ടും അവൻ നിന്നത് വെള്ളത്തിലല്ല, വാക്കിന്റെ പുറത്താണ്. എത്ര പേർക്ക് പറയാൻ കഴിയും, ഈ വാക്കിന്റെ പുറത്താ ഞാൻ നിൽക്കുന്നതെന്ന്? തിരമാലകളുണ്ട്, പേമാരികളുണ്ട്, പ്രതിസന്ധികളുണ്ട്, വെല്ലുവിളികളുണ്ട്, നിന്ദകളുണ്ട്, എതിരുകളുണ്ട്, പക്ഷെ ഞാൻ നിൽക്കുന്നത് ഈ വാക്കിന്റെ പുറത്താണ്. ഓ, ഇത് പറയുമ്പോൾ ഭയങ്കര ദൈവശക്തി വ്യാപരിക്കുന്നു. നിന്നോട്, നിന്റെ കുടുംബത്തോട്, നിന്റെ ശുശ്രൂഷയോട്, നിന്റെ ജീവിതത്തോട് ദൈവം വാഗ്ദത്തം ചെയ്തതല്ല. അവൻ വാക്ക് പറഞ്ഞതല്ല. ഞാൻ ഇങ്ങനെ പറയുന്നു, അവന്റെ വാക്കാണ് നിന്റെ പ്ലാറ്റ്ഫോം. നീ ചവിട്ടി നിൽക്കുന്ന പ്ലാറ്റ്ഫോം അവൻ നിന്നോട് പറഞ്ഞ വാക്കാണ്. പത്രോസ് ശരിക്കും പറഞ്ഞാൽ യേശുവിന്റെ വാക്കിലാണ് കാലെടുത്ത് വെള്ളത്തിൽ വെക്കുന്നത്. ആ വാക്കിൽ വിശ്വസിച്ച് വെള്ളത്തിൽ കാലെടുത്ത് വെച്ചവൻ താണില്ല. പക്ഷെ എപ്പോൾ ആ വാക്ക് പറഞ്ഞവനിൽ നിന്ന് കണ്ണുമാറ്റി കേട്ട വാക്കിനെ മറന്ന് ഞാൻ വള്ളത്തിലല്ല വെള്ളത്തിലാണെന്ന് അവനോട് അവൻ പറഞ്ഞു, അവൻ മുങ്ങാൻ തുടങ്ങി. ഞാൻ ചിന്തിക്കുന്ന നെഗറ്റീവായ ചിന്തകൾ, എന്റെ മനസ്സിൽ വരുന്ന ആവശ്യമില്ലാത്ത ചിന്തകൾ എന്നെ മുക്കുമ്പോൾ എന്റെ കർത്താവ് പറഞ്ഞ വാക്കുകൾ മുങ്ങണ്ടെടുത്തും എന്നെ താങ്ങി നിർത്തുമെന്ന് അനുഭവിച്ചവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. തളരില്ല, തകരില്ല. ശതാധിപനെ, രാജഭൃത്യനെ,
നിങ്ങളുടെ മകൻ എങ്ങനെ സൗഖ്യമായി? ബൈബിൾ പറയുന്നു, യേശു അവനോട് പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച മനുഷ്യൻ പോയി. ഇവിടെ നടക്കുന്ന സന്ദേശത്തെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയട്ടെ. യേശു പറഞ്ഞ വാക്കിനെ അവൻ വിശ്വസിച്ച മനുഷ്യൻ പോയി. ആകയാൽ നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞ നാഴികയിൽ തന്നെ ഈ രാജഭൃത്യൻ, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു, വീട്ടിൽ പൊയ്ക്കോ എന്ന് പറഞ്ഞു. അന്നത്തെ കാലത്ത് വാച്ചില്ല, ടൈം പീസ് ഇല്ല. അവര് സൂര്യഘടികാരത്തിലൂടെയാണ്, സൂര്യനെ നോക്കിയാണ്, അല്ലെങ്കിൽ ആ സമയത്തെ അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. ഈ മനുഷ്യൻ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നപ്പോ ഇദ്ദേഹത്തിന്റെ പൈതൽ മകൻ ജീവിച്ചിരിക്കുന്നത് കണ്ടു. അടുത്ത പദമാണ് എന്നെ ഞെട്ടിച്ചത്. ആ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞ നാഴികയിൽ തന്നെ ആ ടൈമുമായിട്ട് ഈ അപ്പൻ അതിനെ കണക്ട് ചെയ്യുകയാണ്. യേശു എപ്പോഴാണോ അത് പറഞ്ഞത് അപ്പോഴാണ് ഇവിടെ വിടുതൽ നടന്നത്. ഇന്ന് ഈ ടൈമിൽ, ഈ ദിവസം നിന്റെ വാ കൊണ്ട് നീ എന്താണോ വിളിച്ചു പറയുന്നത്, നിന്റെ ഭവനത്തിൽ അത് റിഫ്ലക്ട് ചെയ്യും, നിന്റെ വീട്ടിനകത്ത് അത് റിഫ്ലക്ട് ചെയ്യും, നിന്റെ തലമുറയിൽ അത് റിഫ്ലക്ട് ചെയ്യും, നിന്റെ ദേശത്തിൽ അത് റിഫ്ലക്ട് ചെയ്യും. അതരങ്ങൾ തുറക്കപ്പെടട്ടെ. യേശു പഠിപ്പിച്ചത് മലയെ കുറിച്ച് തിസീസ് എഴുതാനല്ല. യേശു പഠിപ്പിച്ചത് നിങ്ങൾ മലയെ കുറിച്ച് പറയാനല്ല, മലയോട് പറയാനാ. ഒന്നുകൂടെ പറയാം, യേശു പറഞ്ഞത്, അയ്യോ എന്തൊരു വലിയ പർവ്വതായത്, എത്ര വലിയ മലയായത്, ഇതിന് ഇത്ര സ്ക്വയർ ഫീറ്റ് കാണും, ഇതിന്റെ മേളിൽ എങ്ങനെ കയറും, ഇതിനെ എങ്ങനെ മാറ്റും. നീ മലയെ കുറിച്ച് പറയാനല്ല യേശു പറഞ്ഞത്, നീ പ്രശ്നത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കാനല്ല യേശു പറഞ്ഞത്, നീ പ്രശ്നത്തോട് പറയാനാണ് യേശു പറഞ്ഞത്. ഓ ജീസസ്. ഇനി ഞാൻ അതിന്റെ ഒരു തെളിവ് ഞാൻ കാണിക്കുകയാണ്. മത്തായി സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 18 മുതലുള്ള വാക്യത്തിലേക്ക് വരുമ്പോൾ, അവൻ രാവിലെ നഗരത്തിൽ നിന്ന് മടങ്ങുന്ന സമയം വിശന്നിട്ട് വഴിയരികെ ഒരു അത്തിവൃക്ഷം കണ്ടു. അടുക്ക ചെന്നു. രാവിലെ അവൻ അതിൽ ഇലയല്ലാതെ ഒന്നും കാണായികയാൽ നിന്നിൽ നിന്ന് ഒരു നാളും ഫലം ഉണ്ടാകാതെ പോകട്ടെ എന്ന് അതിനോട് പറഞ്ഞു. ഇതിനോട് വൃക്ഷത്തോട്, അത്തിമരത്തോട്. ഓക്കെ, ക്ഷണത്തിൽ അത്തി ഉണങ്ങിപ്പോയി. ശിഷ്യന്മാരത് കണ്ടപ്പോൾ അത്തി ഇത്ര ക്ഷണത്തിൽ ഉണങ്ങിപ്പോയത് എങ്ങനെയെന്ന് പറഞ്ഞ് ആശ്ചര്യപ്പെട്ടു. അതിന് യേശു, നിങ്ങൾ സംശയിക്കാതെ വിശ്വാസമുള്ളവരായാൽ ഈ അത്തിയോട് ചെയ്തത് നിങ്ങളും ചെയ്യും എന്ന് മാത്രമല്ല, ഈ മലയോട് നീങ്ങി കടലിലേക്ക് പോക എന്ന് പറഞ്ഞാൽ അതും സംഭവിക്കും. ഇത് ഈ വാക്കിന്റെ ശക്തി എന്താന്നുള്ളത് ഇതിനകത്ത് ഭയങ്കര വ്യക്തമല്ലേ. ശിഷ്യന്മാർ നോക്കുമ്പോ വാസ്തവമായി യേശു ഒരു മരത്തോട് സംസാരിക്കുകയാണ്. യു അണ്ടർസ്റ്റാൻഡ് മീ? ഒരു വൃക്ഷത്തോട് കർത്താവ് വർത്താനം പറയുകയാണ്. കാരണം അവൻ ഈ പ്രപഞ്ചത്തിന്റെ ദൈവമാണ്. ബൈബിൾ പറയുന്നു, സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വാക്ക് ഈ പ്രപഞ്ചത്തെ തൊടും. നിങ്ങളുടെ വാക്ക് ജീവജാലങ്ങളെ തൊടും. എത്ര സംഭവങ്ങൾ. ഭാരതത്തിൽ ജീവിച്ചിരുന്ന അതിശക്തനായിരുന്ന അപ്പോസ്തലനായിരുന്ന സാധു സുന്ദർ സിംഗ് എന്ന് പറയുന്ന മനുഷ്യൻ തന്നെ ആക്രമിക്കാൻ വന്ന ടൈഗറിനോട്, പുലിയോട് പുള്ളി സംസാരിച്ചു. അതിന് തൊടാൻ പറ്റിയില്ല, അതിന്റെ വായ അടപ്പിച്ചു. ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് പുറപ്പെടുന്ന സമയത്ത് ആവർത്തന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നൊരു വാക്യമുണ്ട്, അവർക്കെതിരെ ഒരു നായ പോലും നാവനക്കിയില്ലെന്ന്. വായിച്ചിട്ടുണ്ടോ?
ഏതൊക്കെയോ സിംഹത്തിന്, ഏതൊക്കെയോ കരടിക്ക്, ഏതൊക്കെയോ വഴി കൂടെ നടക്കുന്ന നായ്ക്ക് നിന്നെ ഒന്ന് അറ്റാക്ക് ചെയ്ത കൊള്ളാമെന്നുണ്ട്. പക്ഷേ ചലിക്കാൻ സമ്മതിക്കില്ല. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, എൻ്റെ വാക്കുകൾ ശക്തിയുള്ളതാണ്. യേശു കർത്താവ് ഒരു മരത്തോട് നിന്ന് സംസാരിക്കുന്നത് ഭ്രാന്തായതുകൊണ്ടല്ല. അവൻ അറിയാം അവൻ പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവാണെന്ന്. ആ അധികാരം ദൈവത്തിന്റെ മക്കൾക്കുണ്ടെന്ന് വിശ്വസിക്കണം. എത്ര പേർക്ക് ഒരു ആമീൻ പറയാൻ കഴിയും? നമ്മുടെ വായിൽ, നമ്മുടെ അധരത്തിൽ ആദ്യമേ വരുന്നത് നെഗറ്റീവ് ആയിരിക്കും. ഫസ്റ്റിലെ വരുന്നത് നെഗറ്റീവ് ആയിരിക്കും. അത് പാസ്റ്റർ ആയാലും ഉപദേശി ആയാലും ആരായാലും ആദ്യം വരുന്നത് നെഗറ്റീവ് വേർഡായിരിക്കും. പക്ഷേ അതിനെ ഒന്ന് ഉടച്ചു കളഞ്ഞിട്ട് അത്തിയെ നോക്കി സംസാരിച്ച കർത്താവ്